അടച്ചു വെച്ച തലയടിച്ചാൻ പൊട്ടിക്കും ഞാൻ വാ തുറന്ന് സംസാരിച്ചോടെ പയ്യെ നമുക്ക് വേണം വേറൊന്നുമില്ല ഇതിനകത്ത് നിങ്ങളായിട്ട് സീനില്ല ആ തന്തയ്ക്ക് വിളിച്ചോനെങ്കിൽ കിട്ടിയാൽ മതി വേറെ ഒരു പ്രശ്നമില്ല നമുക്ക് തന്തയ്ക്ക് വിളിച്ചോനെങ്കിൽ തന്നേക്ക് അവനോട് കേറിക്കോളാൻ പറ അവനെ മറ്റേ വാനൊന്നും ഇല്ല ഇട്ടേക്കണത് അവനോട് കേറിക്കോളാൻ പറ അവര് പറയാൻ പറഞ്ഞു കുറുപ്പണ്ണൻ വരുന്നുണ്ടെന്ന് ഏത് കുറുപ്പണ്ണൻ കുറുപ്പണ്ണനോട് കുരിഞ്ഞിരിക്കാൻ പറ ഏത് കുരിപ്പ് എന്റെ കഷ്ടമാണ് ദൈവമേ ബാ പുറത്ത് ഞാൻ പോയി ചെണ്ടച്ചാട്ടി ഇരിക്കാൻ ഹെയർ മാറ്റണ്ട എന്തിന് വലിയ അത് പൊക്കോ പകർന്ന് തന്നെ പിടിക്കണം. എടാ എന്താ ഒന്ന് പുറത്തിറങ്ങിയേ ഇടിച്ചിട്ട് മര്യാദക്ക് പുറത്താൻ വല്ല കഴിവറ വിളിക്കേണ്ട ആവശ്യമില്ല. എടാ ഹോസ്പിറ്റലിൽ വന്നറാ kick. Yeah, user on explosion that was not occur from you on the server. Code from the ഉമ്മരവിടെ പോയി കുമാരക്കുറുപ്പ് ഏതാ ഗ്യാങ് ഏതാ ഫാമിലി അറിയത്തില്ലടാ അവനൊരു വണ്ടിയിൽ പെട്ടെന്ന് എടാ എന്താടാ അറിയത്തില്ല നമ്മളെ വന്ന് പിറ്റ് ചെയ്തില്ല അവൻ തെറി വിളിച്ചു ചുമ്മാ എല്ലാരും എല്ലാരും കത്തിയല്ലേ ഞാൻ എടാ ഹോസ്പിറ്റല് ഇവിടെ തന്നെ വരുമായിരിക്കും ഇവിടെ അല്ലാണ്ട് എവിടെ പോനാ എടാ എല്ലാരും കത്തിയടാ ഞാൻ മാത്രല്ല ഞാൻ ശരിക്കും FP മോഡ് പോയോട്ടെ പോയി ശരി ശരി FP മോഡ് ശരി ഹലോ എവിടെയാടാ ഞാൻ ഹോസ്പിറ്റലിന് അവിടോട്ട് പോണം. പ്രശ്നം എന്തിരി അറിയത്തില്ല. അവ ഒറ്റൊരുത്തനാണോ? നല്ലൊരു വണ്ടി എന്താ വരാത്ത വണ്ടി ഏതായിരുന്നടാ അവന്റെ കോയെ അവന്റെ വണ്ടി ബ്ലാക്ക് ഇതാരാ ഇടിക്കടാ മോയിലൂന് അവന്റെ ഡ്രസ് ഒന്ന് പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റൽ അറിയത്തില്ല സിറ്റുവേഷൻ. ഇതാരാ ഇവന്റെ അടുത്ത് നീ എവിടെ അവനോട് മര്യാദ സംസാരിക്കാറില്ല സുഹൃത്തെ. ആശ ഇവിടെ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് വായിൽ വെച്ച് പുറത്തിറങ്ങും വായിൽ വെച്ചേരാം പുറത്തിറങ്ങണം വായിൽ വെച്ചേരാം പുറത്തിറങ്ങണം നീ വായിൽ വെച്ചേരാം പുറത്തിറങ്ങണ വായിൽ വെച്ചേരാം എടാ ഓക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങള് മറ്റേ ലീജൻ സ്ക്വയർ സൈഡിൽ നിന്ന് ഹോസ്പിറ്റൽ സൈഡിലേക്ക് വരുമായിരുന്നു. ഇവര് ഓപ്പോസിറ്റ് റോങ് വന്നു. അപ്പോൾ ഞാൻ വണ്ടി അടിച്ചായിരുന്നു. ഞാൻ വണ്ടി തട്ടാതിരിക്കാൻ വേണ്ടി സൈഡിലേക്ക് എടുത്തു പോയി. അത് POV ബഗ്ഗിൽ അവൻ്റെ തട്ടി ഞങ്ങളിലും തട്ടി. അപ്പോൾ അത് സാധാരണ രീതിയിൽ തട്ടി ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി. അവരും ഓപ്പോസിറ്റ് പോയി. ഇവൻ നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്താ കഴിവറൊക്കെ വണ്ടി എടുത്തിട്ട് പോകുന്നത് പറഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇതാക്കുന്നു. എന്താ കഴിവറ മക്കളെ വണ്ടി ഇടിച്ചിട്ട് പോകുന്നത് പറഞ്ഞിട്ട് നേരെ വന്ന് ചെറിയ
ആ എല്ലാത്തിനും വിളി അണിഫാരോട് കാണാല്ല ഒരു മിനിറ്റ് എന്താ ബ്രോ മൂഡ് സിങ്സ് ആണോ? തട്ടി വീഴല്ലേ നിന്നെ ഇപ്പൊ കിടന്ന ഗ്രൂട്ട് എന്തി വിളിച്ചോടെ ഒരു മിനിറ്റ് അന്ന ഇങ്ങോട്ട് കൊണക്കാൻ വരരുത് കേട്ടോ. 10 പേരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണക്കാൻ വരരുത്. 10 പേരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണക്കാൻ വരരുത് കേട്ടോ. 10 പേരുണ്ടെങ്കിൽ ഇവിടെ കൊണക്കാൻ വരരുത് കേട്ടോ. 10 വായടച്ചിരുന്നോണം കേട്ടോ. വായടച്ചിരുന്നോണം. മച്ചാനെ വല്ല തെറിയും വിളിക്കാണ്ടെങ്കിൽ പുറത്തു വാ. നിനക്ക് പുറത്തിരുന്ന് ഞാൻ വിളിച്ചു തരാം. നിന്നെ തീർത്തങ്ങളെ വിളിച്ചിട്ടേ പുറത്തുനിന്ന് വിളിച്ചിട്ടേ. അതായത് ഇവിടുന്ന് വിളിക്കില്ല മോനെ. ഇവിടുന്ന് വിളിക്കില്ല നീ. ഇവിടുന്നില്ല ആ വാവാ നീ പുറത്തിറങ്ങിയാ. പുറത്തു വാ നീ. നിനക്ക് വിളിക്കാതെ ഞാൻ വിളിച്ചു തരാം. അവിടെ നിന്നെ പോലെ തീട്ടങ്ങൾ വെച്ചിട്ട് ബാൻ മേടിച്ചിരിക്കാൻ വയ്യാത്തോണ്ടാ കേട്ടോ. നീ പുറത്തിറങ്ങിയാ എന്നിട്ട് നിന്റെ വിളിച്ചാൽ തരാൻ കേട്ടോ. തെറി വിളിക്കണമെങ്കിൽ നീ പുറത്തിറങ്ങിയ ഇത്ര വിളിക്കേണ്ടത് കേട്ടോ. മാണം മറ്റേന്നൊക്കെ നീ പുറത്തിറങ്ങിയിട്ട് വിളിച്ചാൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെ മര്യാദ കളിക്കാതെ മര്യാദ കളി. അല്ലാണ്ട് അവന്റെ തെറി വിളി ഒന്നും രണ്ടാമത്തേല് കഴിവാറിനെ കേട്ടോ. നീ കഴിവാറിനെ എടാ നിക്ക് വണ്ടി എടുത്ത് പോയാ അവൻ തെറി വിളിച്ച അവൻ പാടി ആ മരണിപ്പാട്ട് പാടി അവിടെ ഹലോ അവനെ കേട്ടോണ്ടിരിക്കണേ ഈ ഭാഗത്ത് വിളിക്കുന്ന കേട്ടോണ്ടിരുന്നല്ലോ. അകത്ത് അകത്ത് വിടിയലടാ. എടാ അറിയാലോ അവ ഉമ്മ പറഞ്ഞേ അത് അറിയാലോ. ഇത്രയൊക്കെ എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ചെയ്തിട്ടോ എന്റെ അടുത്ത് ഇത്ര മുമ്പേ ഞാൻ തിരിച്ചു വിളിക്കുള്ളൂ. അല്ലാണ്ട് ഇവനെ പോലെ തീർന്നു. എടാ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞില്ല അവന് പറ്റണമല്ല. പിന്നെ വിളിച്ചിട്ട് എനിക്ക് പോഞ്ഞിട്ടാ ഞാൻ പറഞ്ഞു. എടാ ആയിക്കോട്ടെ എന്റെ കയ്യിൽ നിന്ന് പോയത് എന്റെ കയ്യിൽ നിന്ന് എടാ ഈ വല്ല അബദ്ധത്തിൽ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് കൊറേ ഇങ്ങനെ ഉണ്ടാക്കാൻ വരും. ഞാൻ വിളിക്കണ്ടെന്ന് വിളിച്ച മാണങ്ങൾ ഓടി ഓപ്പോസിറ്റ് വണ്ടി എടുക്ക്. നമ്മുടെ വണ്ടി ഏതാ? വണ്ടി എടുക്കടാ. എടാ നമ്മള് ഞാന് സാഗർ വരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് മറ്റേ ലീജൻ സ്ക്വയറിന്ന് മറ്റേ ഹോസ്പിറ്റലിന്റെ സൈഡിലോട്ട് വളവ് തിരിയുന്നു. അപ്പോൾ ഇവർ ഓപ്പോസിറ്റ് വന്നു, ഞങ്ങൾ ഓപ്പോസിറ്റ് വന്നു. ഇവരുടെ റിവേഴ്സ് എടുത്ത് അങ്ങനെ വന്നപ്പോൾ മറ്റേ നോർമലായിട്ട് വണ്ടി തട്ടി. രണ്ടുപേരും ഞാൻ വരെ തട്ടാതിരിക്കാൻ വേണ്ടി സൈഡിൽ എടുത്ത് വെട്ടിച്ച് മാറ്റി. പക്ഷെ POV ബഗ്ഗിൽ ഇടിച്ച് വണ്ടി ഇടിച്ച്. അത് നോർമൽ രീതിയിൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോയി. ഇവർ അവിടെ നിന്നുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. ഇവർ നേരെ വരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്താ കഴിവുറ മക്കളെ ഞങ്ങൾ വണ്ടി ഇടിച്ചിട്ട് പോകുന്നു പറഞ്ഞു. ചുമ്മാ പറയുന്നത് ഡയറക്റ്റ് വന്നിട്ട് എന്താ കഴിവുറ മക്കളെ വണ്ടി ഇടിച്ചു പോകുന്നത്. നിനക്കൊന്നും കണ്ണിലടാ കഴിവേറെ മക്കളെ വണ്ടി വിറ്റിട്ടാണ് പോണേ. അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചു വിളിക്കൂന്ന്. ഞാൻ വിളിക്കൂ അപ്പൊ എല്ലാരും പറയട്ടെ. ഈ ഏജിയിലെ ലീഡറിന്റെ പ്രത്യേകത ഇതാണ്. എല്ലാ ദിവസവും ഇങ്ങനെ കയറി വരുവേ. ചിറ്റി കയറി വരും. ഏതെങ്കിലും ഗ്യാങ് ആയിട്ട് ഇങ്ങനെ വല്ല ചുമ്മാ പോയി വല്ല എന്താ വല്ല ഡ്രങ്ക് ചെയ്തിട്ടാണ് കയറാന്ന് അറിയില്ല. കയറി വന്നിട്ട് തന്തക്ക് തള്ളക്ക് തെര വിളിക്കുക. എന്നിട്ട് പറയും ബാങ്ക് കിട്ടി എനിക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു 2 ആഴ്ച വേണ്ടി വരും. ആ തെറി പഠിക്കുന്ന നേരത്തെ നീയൊക്കെ ഒരു ഗ്യാങ്ങിനെ അടിച്ച് തോപ്പിക്കാൻ പഠിക്കും. നീ അത് അത്ര ഒരു ടൈമില്ലേ? നിനക്ക് തെറി വിളിക്കണം. നീ പുറത്തു ഇവിടെ നിന്ന് വിളിക്കണ്ട. അപ്പൊ പറ്റുള്ള കുണ്ണക്ക് പറ്റുള്ള അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്.
എന്റെ കയ്യിൽ നിന്ന് പോയിട്ടാണ് കാരണത്തോട്ടം ഞാൻ വിളിച്ചത് അവിടെ അല്ല നിന്ന്. പിന്നെ കാരണവശാലിനോട് ഞാൻ ഒരു 3-4 പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പുറത്തോ. ആ മച്ചാനെ കൈ നോക്കൂ. കേക്കാം ചേച്ചി, ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. അടച്ചു വെച്ച തലയടിച്ച് ഞാൻ പൊട്ടിക്കും ഞാൻ വാ തുറന്ന് സംസാരിച്ചോണം അവിടെ പേരെന്താ എന്റെ ഇതാക്കെ മറ്റേ നിന്റെ ലീഡർ തന്നെയാണോ പ്രശ്നം? വന്ന് എന്താ ഒന്ന് രണ്ട് എന്താ ബ്രോ മറ്റേ ലീഡറിന്റെ മൂഡ് സിങ്സ് വല്ലതാണോ? അല്ലാത്ത ദേഷ്യമാണല്ലോ. അറ്റ്ലീസ്റ്റ് സംസാരിക്കുക മാനവരൊക്കെ മര്യാദ സംസാരിക്കുക. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവനെ കളിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ബ്രോ വന്ന പാടെ വാ തുറന്നിട്ട് ഇവനെ മറ്റേ കഴിവറൊക്കെ വിളിക്കണ്ട്. ഞാൻ ഇപ്പൊ ബ്രോന്റെ അടുത്ത് വന്നിട്ട് എടാ കഴിവറ മക്കളെ പറഞ്ഞ ബ്രോക്ക് ഇഷ്ടപ്പെടുവോ? അതന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്റെ ലീഡറിന്റെ ബ്രോ നമ്മള് ബ്രോ ബ്രോ വണ്ടിയില് ബ്രോ ഉണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ആയിട്ട് ഓരോ സിറ്റുവേഷൻ കാണാറുണ്ട്. ഞങ്ങൾ കുറെ ഇരുന്ന് കാണാറുണ്ട്. മുതുക്കി പോവും, ഒരു 4 പേരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. എന്റെ അവന്മാരോട് പറയും എടാ എനിക്ക് ബാങ്ക് കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ അടിക്കാനുള്ള കഴിവില്ല. ഞാൻ കണ്ടായിരുന്നു മറ്റേ CM-ന്റെ കയ്യിൽ നിന്നിട്ട് 4-5 പ്രാവശ്യം അടിയും കൊണ്ട് വീണിട്ട് അവിടെ നിലത്ത് പറ്റി കിടക്കുവായിരുന്നു. ഇടിച്ചിട്ട് ആള് പോയി. ഇപ്പം ബ്രോ ആണെങ്കിൽ തന്നെ ബ്രോയുടെ POV-യിൽ ഇടിച്ചിട്ടില്ലെങ്കിൽ ബ്രോ പോകും ആ വഴി. നേരെ വന്നിട്ട് എന്തിനാ അല്ല നമുക്കത് വള്ളി പിടിക്കാനാണ് നമുക്ക് പിന്നെ തിരിച്ചു വന്ന് വള്ളി പിടിക്കാം. നമ്മൾ ആ വഴി ഞങ്ങൾ നല്ല പരിപാടിക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ബ്രോ എത്ര തവണ ഫിറ്റ് ചെയ്ത് ബ്രോന്റെ വണ്ടീനെ ഒന്ന് പറഞ്ഞേ. പിന്നെ നീ കൊണക്കാണ്ടേനല്ലോ, നിനക്ക് സിറ്റുവേഷൻ ചോദിച്ചു വിടുന്ന ബ്രോ വീട്ടിൽ കയറിയപ്പോ വീട്ടിൽ അച്ഛനോട് ചോദിക്കോ കൈവരുടെ മോനെ നീ വിളിക്കോ? എടാ അറ്റ്ലീസ്റ്റ് വന്ന് കൊണക്കുന്നത് പിന്നെ സ്വന്തം ഗ്യാങ്ങല്ല പോയി ചോദിക്കുക എന്താണ് സംഭവം, എന്തിനാണ് വർത്താനം പറഞ്ഞെന്നുള്ളത്. അവൻ വന്നിട്ട് ബ്രോനോട് വേറെ ഒരുത്തൻ വന്നിട്ട് ഇതാണ് മോന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ബ്രോ വിശ്വസിക്കുവോ? ഇല്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ചോദിക്കുക. അതേപോലെ തന്നെ അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്കി സിറ്റുവേഷൻ ആണെങ്കിൽ ആദ്യം ചോദിക്കുക എന്താണ് സംഭവം. ചുമ്മാ വന്നിട്ട് തെറി മാത്രല്ല പറയണ്ടേ. നീ റേഡിയോ കയറിയിട്ട് സുകുമാരനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കൊണ്ട് വേണം. നിന്റെ മറ്റേ അടിക്കാൻ കഴിവില്ലാതെ തെറി പറയാൻ മാത്രം കഴിവുള്ള ലീഡറിനെ ഇങ്ങോട്ട് വരാൻ പറ. അവനെ വിളിച്ചാലേ അവൻ എന്നെ പറയാൻ പറ്റില്ല. 100 മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഹോസ്റ്റേജ് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഹോസ്റ്റേജ് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയാം. പയ്യൻ തന്നെ നമ്മുടെ ഹോസ്റ്റേജ്. പക്ഷെ സുകുമാരൻ ഇവിടെ വന്നെ. അല്ല അവനല്ലേ ലീഡർ വരുന്നു. അപ്പൊ ലീഡർ വരട്ടെ. ബ്രോ എടാ ഇത്രേ ഉള്ളൂ. നീ റേഡിയോ കയറിയിട്ട് പറഞ്ഞു ഇന്ന പോലെ KVയുടെ കയ്യില് ഹോസ്റ്റേജ് ആണ്, ഇന്ന പോലെ ഒരു സിറ്റുവേഷൻ നടന്നു, ലീഡറിനെ വിളിക്കുന്നുണ്ട്, ലീഡർ ആയിരുന്നു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കഴിവില്ലാത്ത ലീഡർ, മറ്റേ തെറി വിളിക്കാൻ മാത്രമുള്ള കഴിവുള്ളതിന്റെ ലീഡർ, അവനെ വിളിച്ചിട്ട് കാര്യം സംസാരിക്കാം. ഹലോ ഞാൻ ഹോസ്റ്റേജ് ആണ്. അല്ല അങ്ങനെ ഒരു മിനിറ്റ് റേഡിയോ കൊണ്ടുപോകല്ലേ. നീ ഇങ്ങനെ പറഞ്ഞേ എടാ കഴിവില്ലാത്ത സുകുമാര നീങ്ങ വന്ന് നീ റേഡിയോ പറഞ്ഞേ. പറഞ്ഞോ നീ ഗണ്ണേമിലാണ് മോനെ. നീ പറഞ്ഞു എടാ കഴിവില്ലാത്ത സുകുമാര. വേണ്ട ഒരു ദാക്ഷിണ്യല്ല മോനെ. കഴിവില്ലാത്ത സുകുമാര വാടാന്ന് പറ. കഴിവില്ലാത്ത സുകുമാര വാടാ. നിനക്കറിയാതെ കറക്റ്റ് എന്നിട്ട് കാറസൈഡ് നമ്മളെ തന്തക്ക് വിളിച്ചിട്ട് വേണം ആരി ഇവനൊക്കെ എത്ര ദാക്ഷിണ്യം വിളിക്കാൻ ജനിച്ചു തോന്നുന്നു. എടാ നിനക്ക് കഴിവില്ല, നിനക്ക് പറഞ്ഞ കേൾക്കണല്ലേടാ. പറഞ്ഞ കേൾക്കണ റെസ്പോണ്ട് ചെയ്യാറില്ലടാ. കഴിവില്ലാത്തതിന് ചോദിക്കും റേഡിയോ ചോദിച്ചോ. ആള് റേഡിയോയിലില്ല. എന്നാ ഗ്രൂട്ട് ഉണ്ടോ? ഗ്രൂട്ടുണ്ട് റേഡിയോയില്. എന്നാ ഞാൻ പറഞ്ഞ എടാ പൊട്ട ഗ്രൂട്ടോ ബോധം ഇല്ലാത്തവനെ നിനക്ക് തലയ്ക്ക് വിവരം ഉണ്ടോ? നീ ഇവരെന്തിനാ തെറി വിളിച്ചെന്ന് ചോദിക്കും. നീ പൊട്ടനാണോ? നിനക്ക് തല തീട്ടാണോ? ഹലോ ഗ്രൂട്ടെ കേക്കാണ്ടോ? അനക്ക് തലയില് വെളിവുണ്ടോ? തീട്ടാണോ? നീ ചോദിക്കണം നമ്മളല്ല. നീ തീട്ട തലേ തീട്ടാണോ നിന്റെന്ന് ചോദിക്കും. തലേ തീട്ടാണോ നിന്റെ? എടാ നമ്മളല്ല നീയേ ചോദിക്കണേ. എന്താ റേഡിയോയില് കേറാൻ പറയണ്ടോ? വരാം. തെറിയൊന്നുമില്ല ഏട്ടാ, തെറിയൊന്നുമില്ല. അല്ലടാ ഇതെന്തിനാ അവിടെ പോയി നേരിട്ട് സംസാരിച്ചോ? റേഡിയോ കാരൻ എന്താ നോക്കട്ടെ. കാണത്തില്ല കാരണം നമുക്ക് നമ്മുടെ രീതിയിലുള്ളത്.
പറമക്കളെ 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 ഒരു വരട്ടെ സുഹൃത്തെ, നമ്മൾ മര്യാദ കാണാം സംസാരിച്ചോട്ടെ. തെറി പറഞ്ഞു തുടങ്ങി നീയാണ്. ഇത് നമ്മൾ ഇതിന്റെ ഡിസ്കഷൻ അല്ല, ഇതിന്റെ ഡിസ്കഷൻ അല്ല ബ്രോ. അല്ല ഞാൻ കണ്ട എന്റെ പൊന്നു സുഹൃത്തെ ഞാൻ ഒരു കാര്യം പറയാം ബ്രോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഹോസ്റ്റേ ഉണ്ട്. നിങ്ങൾ അതിന്റെ കാര്യം സംസാരിക്കും. ഇപ്പൊ നമ്മുടെ ഹോസ്റ്റേ ഉണ്ട്. സുകുമാരനുണ്ടോ? എടാ ഓക്കെ, എന്തും ആയിക്കോട്ടെ, അത് പിന്നത്തെ കാര്യമാണ് ബ്രോ, പിന്നത്തെ കാര്യം. ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ ഹോസ്റ്റേ ഉണ്ട് കയ്യിൽ. ഞങ്ങളുടെ ഇതാണ് സുകുമാരൻ ഇവിടെ വന്ന ഡിമാൻഡാണ്. ഹോസ്റ്റേ മറ്റേ ഷഫ്ലിംഗ് ഒന്നുമല്ല, ഹോസ്റ്റേ തന്നെ, പക്ഷെ ഷഫ്ലിംഗ് ഒന്നുമല്ല. ഹോസ്റ്റേജ് ഇവിടെ ഉണ്ട്. അല്ല എത്ര ഉള്ളു. അതായത് ഹോസ്റ്റേജിനെ വിട്ട് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണം മീറ്റ് ചെയ്യാൻ. അത് നമുക്ക് റേഡിയോയില് ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. റൂട്ട് വേണ്ട, റൂട്ട് വിട്ടേക്കാം. ഞാനിപ്പോ പറഞ്ഞല്ലേ ഇവിടുത്തെ കാര്യം. കുഴപ്പമില്ല ബ്രോ. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ തള്ളക്ക് വിളിച്ചോണ്ടേ സോറി ബ്രോ, തള്ളക്ക് വിളിച്ചോണ്ടേ സോറി ബ്രോ. അല്ല എന്നെ ഇതാക്കിയാണ്. പിന്നെ എന്നെ ട്രിഗറാക്കിയോണ്ടാണ് ഞാൻ വിളിച്ചത്. ഓക്കെ അത്ര. അപ്പൊ മറ്റേ സുകുമാരൻ ഇവിടെ വന്നു. സുകുമാരന് സോറി സുകുമാരൻ ഇവിടെ വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് പുറത്ത് പോയിട്ട് കേറാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ എന്താ? അല്ല ആൾക്ക് മറ്റേ കിട്ടില്ല. അല്ലല്ലേ ഇക്കാക്കി കേറാൻ പറ്റും. അത് ആ രീതിയിൽ ഇട്ടേക്കണം. അത് കുഴപ്പമില്ല, അത് കേറിക്കോളും. അത് കേറാൻ ശ്രമിച്ചായിന്ന് പറ. ശ്രമിക്കാണ്ട് കേറാണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറ. ശ്രമിക്കണം, പയ്യൻ ശ്രമിച്ചാലേ പറ്റത്തുള്ളൂ. അത് ആ രീതിയിലല്ലേ ഇട്ടേക്കണം. നമ്മളായിട്ട് ഫസ്റ്റ് സിറ്റുവേഷനും നിങ്ങൾ തേടും ചെറിയ, ഈ സെക്കൻഡ് സിറ്റുവേഷനും നിങ്ങൾ തേടും ചെറിയ. ഈ ചെറിയല്ലാതെ സിറ്റുവേഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. എടാ ഇവന്മാരൊന്നും അറിയില്ലല്ലോ, ആ ഒറ്റത്തിന് പ്രശ്നമുള്ളൂ. അവനിങ്ങ വന്നത് കുരിപ്പിന്റെ വഴിയ പരിപാടി ചോർജിരുത്തിട്ട് കുരിച്ചിരിക്കും പോയിട്ട്. നിങ്ങൾ ഇട്ട് വന്നാടാ. എടാ ലല്ലു നിന്നെയൊക്കെ ഇട്ട് വന്നിട്ട് ഓടിയടാ അവൻ. സത്യം പറയാലോടിയാ, നിന്നെയൊക്കെ ഇട്ട് വന്നിട്ട് ഓടിയവൻ. നമ്മുടെ അന്നേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കും. ഒന്നുമില്ല എടാ, ഒരു കാര്യമില്ല. വന്ന് വണ്ടി നമ്മുടെ എന്തോ വണ്ടി എന്താ അറിയാണ്ട് പിറ്റായി. നമ്മൾ പോകുന്ന കഴിഞ്ഞപ്പോ നേരെ പുറകെ വന്നിട്ട് തന്തക്ക് വിളിക്കുക. നേരെ കഴിവറുടെ മക്കളെ വണ്ടി ഓടിക്കാൻ അറിയില്ല. ഹോസ്പിറ്റലിൽ വെച്ച് വണ്ടി ഇടിച്ചപ്പോഴാ ഞാൻ പറഞ്ഞില്ലേ ലോഡായില്ല. എടാ അത് നമ്മുടെ ഇടിക്കുന്ന എന്റെ സത്യം പറഞ്ഞ ഇടിച്ചല്ല, ഒരു കാർ തന്നെ ഇടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ എന്താണെങ്കിലും ചോദിക്കണേ മര്യാദ ഇല്ലോടല്ലോ. അത് വന്ന് ചോദിക്കേണ്ട ചോദ്യമൊക്കെ കേൾക്കണായിരുന്നു. അതാണ് പയ്യെ നമുക്ക് വേണം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നിങ്ങളായിട്ട് സീനുമില്ല. ആ തന്തയ്ക്ക് വിളിച്ചവനെങ്കിൽ കിട്ടിയത് വേറെ ഒരു പ്രശ്നമില്ല നമുക്ക്. ആ തന്തയ്ക്ക് വിളിച്ചവനെങ്കിൽ തന്നേക്ക്. അവനോട് തന്നെ കേറിക്കോളാൻ പറ. അവനെ മറ്റേ വാനൊന്നും അല്ല ഇട്ടേക്കണത്. അവനോട് കേറിക്കോളാൻ പറ. എടാ നേരിട്ട് സംസാരിച്ചാൽ മതി. റേഡിയോ എടാ അവര് പറയാൻ പറഞ്ഞു കുറുപ്പണ്ണൻ വരുന്നുണ്ടെന്ന്. ഏത് കുറുപ്പണ്ണൻ? കുരിപ്പ് വരുന്നുണ്ട്. യാ മോനെ പേടിച്ചോട്ടാ, പേടിച്ചേ പേടിച്ചോ. എല്ലാരും കുരിപ്പ് വരുന്നുണ്ട്. കുരിപ്പ് വന്ന ഒറ്റ കുനിഞ്ഞിരുത്തായിരിക്കും. അങ്ങനെ പറയരുത്. ഗ്യാങ്ങോസ് കുനിയും എന്താ വെച്ചായിക്കോ. തോന്നിയ മാത്രം അവൻ കോണക്കട്ടെ എവിടെ വരെ കൊണക്കുന്നുണ്ട്. എവിടെ വരെ കൊണക്കോ. എടാ പക്ഷേ എടാ അവൻ വരുമ്പോഴേക്ക് സിറ്റുവേഷൻ കാണോ? ഞാനൊരു കാര്യം പറട്ടെ, ഇത് വാറാവുന്നില്ല, ഇത് അടിയാവത്തില്ല. ഞാൻ എന്റെ വേറുണ്ട് എന്റെ ഇല്ല ബാക്ക് അടിക്കാറ്റില്ല. എന്റെ ഇതിൽ റെക്കോർഡിംഗ് എന്റെ വേണേ ഞാൻ കാണിച്ചു നോക്കി. എന്റെ ഞാൻ കാണിച്ചു തരാണെങ്കിൽ കാണോ. ചന്തിക്ക് 2 കൂടി കൊടുത്ത് തീർത്തവിടെ. ഞാൻ ഉണ്ടടാ കാര്യം
ആരുടെ ഷെഡി കിട്ടി വന്നേക്കുന്നത്? ഷെഡി അല്ലേ സഹോദരൻ ഇവിടെ ഇറങ്ങിയില്ല. അതിബുദ്ധിയൊക്കെ കാട്ടിയ അബദ്ധാണ്. ആളത് വിചാരിച്ചോ ഇപ്പൊ ലീവ് പക്ഷേ അതല്ല സംഭവം, അതല്ല സംഭവം. സർവറാണ് കത്തിയത്. അപ്പൊ നൈസായിട്ടും കയറി പോരാൻ പറഞ്ഞേക്കും. പ്രശ്നമൊന്നുമില്ല, നമ്മളാരും ഒന്നും പറയത്തൊന്നുമില്ല അതിനെ കുറിച്ച്. കയറി പോരാൻ പറഞ്ഞേക്കും. നിങ്ങളുടെ മെമ്പർ അല്ലേ? നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ലേ? ഞങ്ങള് നിങ്ങളുടെ ലീഡറിന്റെ എന്തായാലും മച്ചാനെ വേറൊരു കാര്യം പറയാ. നിങ്ങളുടെ ആള് തന്നെ ഇവിടെ എന്തായാലും ഹോസ്റ്റലായിട്ട് നിക്കണേന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക്. അല്ല ഈ ഇതാരാ ഈ മാസ്ക് ഇട്ട് മച്ചാനെ സത്യം പറഞ്ഞ ഭയങ്കര വിഷമമുണ്ട്. ഇവൻ പാവം ഒന്നും മിണ്ടിയിട്ടില്ല. ഇതാരാ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതിന്റെ? ഇതാണ് ഗ്രൂട്ട്. ഗ്രൂട്ട് നിനക്ക് നീ പിന്നെയും വന്നപ്പോ നിനക്ക് ഭയങ്കര കൊണയനല്ലേ ഇപ്പം കാണുന്നില്ല. ആദ്യം തന്തയ്ക്ക് വിളിച്ചിട്ട് സോറി പറയുന്നത് ഇവൻ കൊണച്ചെന്ന് മനസ്സിലായി. കടക്കകത്ത് ഇതാരീ ഷട്ടില്ലാത്ത വെച്ചനേതാ? കടക്കകത്ത് മാറാൻ പോലും നിന്റെ സുഗന്ധം തരുന്നില്ലടാ പൈസ. എടാ മച്ചാനെ പറഞ്ഞ കറിങ്ങി പോരാൻ പറ. നമ്മള് ഒന്നും പറയത്തില്ല അതിനെ കുറിച്ച്. നാണക്കേട്ടാണെങ്കിൽ അതൊന്ന് വിചാരിക്കണം എന്ന് പറയാം. അതൊന്നും വിഷയമുള്ള കാര്യമില്ല നമുക്ക്. ആർക്കാണേലും പറ്റും, അതൊക്കെ പറ്റും. നിങ്ങളാരായിട്ട് നമുക്കൊരു വിഷയമൊന്നും ഇടാ. പക്ഷെ കഴിവേറുടെ മോനെ എന്ന് വിളിച്ചാൽ മതി. വന്നടാ ആരും മിണ്ടരുത്. രണ്ടുപേര് അതെ നമ്പൂരിയാണ്. എല്ലാം അറിയിക്കാ. ഇല്ലത്തേക്ക് കേറാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കേക്കണേ. അങ്ങ് അകത്തേക്ക് കേറാ. ഇടതുകാലം വെച്ചാൽ കേറാ. കാര്യം നിങ്ങളൊരു ഹോസ്റ്റ് ഒരു ഉണ്ണി നമ്മുടെ കയ്യിലുണ്ടേ. ആ ഉണ്ണീനെ ഉരുട്ടിയിട്ടില്ലത് വരെ. അപ്പൊ അത് ബ്രോ കേക്കണ്ടവർ കേട്ടാ മതി, ഇല്ലെങ്കിൽ മാറുക. നീ എന്തായാലും ഇവിടെ നിന്നോ. എടാ ഞാൻ കുറക്കണ വേണ്ട, ഞാൻ തീരുമാനിച്ചോളാം. വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ അവിടെ നീ നിന്റെ സാമാനത്തിൽ കുറച്ചേക്ക്. നീ എനിക്ക് പറയാനുള്ള ഞാൻ അങ്ങനെ പറയും കേട്ടോ. നീ വേണേ കുറച്ചാ മതി. മോനെ പൊന്നുമോനെ സഹോദര മാലിക്കേ, ഒരു മിനിറ്റ് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഉണ്ണികളെ ഞാൻ സംസാരിക്കട്ടെ. അല്ലയോ സഹോദര കേൾക്കുന്നുണ്ടോ? മച്ചാന് മാന്യമായ ഭാഷയിൽ പറയാൻ പറ്റില്ലെങ്കിൽ മച്ചാൻ ഇത്രയും മറ്റേ പൊട്ടി നിൽക്കുകയാണെങ്കിൽ പറയട്ടെ. പുറത്ത് ഡിസ്കോഡ് എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. ലോകത്ത് ജനറൽ ചാറ്റ് വന്നിരുന്ന ഉണ്ണിയെ ചോറൂണും പാലുകാച്ചിലൊക്കെ നടത്താം. വരിക നീ ഊമ്പും പുറത്ത് വരിക. നീ പുറത്ത് വരിക. ഉണ്ണി നീ പുറത്ത് വരിക. നിനക്ക് ഈ കിടന്ന് ഇവിടെ കിടന്ന് കൊണക്കാണ്ട് നിനക്ക് പറയണമെങ്കിൽ നീ പുറത്ത് വരിക. എടാ നിനക്ക് പറയണമെങ്കിൽ നീ പുറത്ത് വരിക. കേട്ടോ ഇവിടെ നീ വിട് പറയണ കേട്ടോ. സുഹൃത്തെ പുന്നാര മോനെ ഞാൻ എന്ത് ചെയ്യില്ല എന്നുള്ള നീ അല്ല തീരുമാനിക്കണേ. കേട്ടോടാ സുകുമാര. ഞാൻ എന്ത് ചെയ്യില്ല എന്നുള്ളത് നീ അല്ല തീരുമാനിക്കണം കേട്ടോ. നീ അല്ല തീരുമാനിക്കണം. എല്ലാരും നിർത്തി. ഞാൻ പറയട്ടെ.
ഓക്കെ ബ്രോ ഞാനാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വണ്ടി ഓടിച്ചു ഞാനതാ ഈ എന്റെ കഷ്ടമാണ് ദൈവമേ. ബാ പുറത്ത് പോയി ഞാൻ പോയി ചെണ്ടച്ചാടി ഇരിക്കാൻ പോട്ടെ. ആറ്റ് നോറ്റ് ഒരു മണിക്കൂറായിട്ട് സംസാരിക്കും. എന്താ പറയാ ചാവേറോസ്തായി. ആർക്കറിയാം. ഹലോ സിറ്റി അപ്പാട് സിറ്റിയപ്പാണ് പേടിക്കണ്ട വേഗം കയറിക്കോളൂ. സർവറിൽ കയറിയിട്ടാണ് അവന്റെ കൂടെ ഉള്ളവന്മാരുടെ അടുത്ത് ഇവിടെ ഞാൻ ഇരിപ്പുണ്ടെന്ന് പറയാം. ഇവിടെ വേണ്ട സാറെ ഇറക്കി പറയൂ. ഇവിടെ വിളിച്ചു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. എടാ മരിക ഒരാളവിടെ അപ്പുറത്ത് ജനറൽ വീസിലൊക്കെ പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോയിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അവരോട് വീസി പോയിരിക്കുന്നതാ. Don't mess with us, get better. ആളുണ്ടല്ലോ വിളിച്ചോ. എപ്പോ വരുമോ ഇല്ല അവന് ഈഗോണ് വലുത്. സ്വന്തം ഈഗോ വെച്ച് നിൽക്കുവാണെ ആൾ അവിടെ തന്നെ നമുക്ക് കണ്ട് മാറി കൊണ്ടുപോകാൻ ഒരു 30 പേര് ഒന്നിച്ച് ഡയമണ്ട് ചെയ്തു കേറിടാ. കേറിക്കൊണ്ടിരിക്കും ചേട്ടാ. നെല്ല് எப்போதுமே பிளாங்க்ல You can trust my box. Only malfunctioned that one time.